പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അബൂ ത്വാലിബിൻ്റെ വേർപാട് സഹിക്കവയ്യാത്ത വേദനയുടെ ദിവസങ്ങളായിരുന്നു. കാരണം എല്ലാവരും പ്രവാചകനെ കള്ളനാക്കി തള്ളിപ്പറഞ്ഞ് മക്കയിൽ നിന്ന് ആട്ടിയോടിക്കാൻ വരെ ശ്രമിക്കുമ്പോഴും തൻ്റെ കൂടെ നിന്നിരുന്ന അബ്ദുൽ മുത്തലിബിൻ്റെ വിയോഗത്തിന് ശേഷം 8-ാം വയസ്സ് മുതൽ പ്രവാചകൻ്റെ സംരക്ഷകനായിട്ട് പ്രവാചകൻ്റെ അടുത്തേക്ക് എത്തുന്നതാണ് അബൂ ത്വാലിബ്. എല്ലാ ജീവിത സാഹചര്യങ്ങളിലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധന ദൗത്യം ഏറ്റെടുത്ത് മക്കയിലേക്ക് ആദ്യകാലം മുതൽ അവതരിച്ച അന്നു മുതൽ മക്ക ഖുറൈശികൾ നിരന്തരം അബൂ ത്വാലിബിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പലവിധ പ്രലോഭനങ്ങളുമായിട്ട്, പലവിധ മോഹന വാഗ്ദാനങ്ങളുമായിട്ട് വരുന്നുണ്ട്. ആദ്യം വന്നിരുന്നത്, നിങ്ങൾ നിങ്ങളുടെ മകനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മര്യാദ പഠിപ്പിക്കണം, ഞങ്ങളുടെ ദൈവങ്ങളെയും പ്രപിതാക്കന്മാരുടെ മതത്തെയൊക്കെ തള്ളി പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് മക്കയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പലവട്ടം അബൂ ത്വാലിബിനെ വന്ന് സമീപിക്കുന്നുണ്ട്.